ജെസി എടി ജെസി ജെസി എന്താ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എന്ത് കാര്യം? എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞത് അത് നടക്കില്ല ജെയ്സ. ഒരു തീരുമാനം പറഞ്ഞിട്ട് പോ. നീ എന്നെ ഒന്ന് മേടിക്കൂട്ടോ. അത് കാണണമല്ലോ. എടാ എണീക്കടാ, എണീക്ക്. എടാ ടോണി എണീക്കടാ, എണീക്ക്. കൊറോണന്ന്. എടാ ക്ലാസ് ഇല്ലാന്ന്. എടാ ടോണി, എടാ എണീക്കാൻ. കൊറോണന്ന്, കൊറോണ. എടാ കൊറോണ. എന്ത് കൊറോണ? എടാ ക്ലാസ്സിലെ വീട്ടിൽ പോവാന്ന്. കൊറോണ. അമ്മേ. ആ മോനെത്തിയോ? ആ എടാ 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 അവിടെ നിക്കടാ. അവിടെ എങ്ങോട്ടാ പോണത് വേൻ? വീട്ടിലേക്ക്. ആ കുളിച്ചിട്ടകത്ത് കയറിയാ മതി കേട്ടോ. ആ നിക്ക് നിക്ക് നിക്ക്. ഇത് കുറച്ച് പെരട്ടിയിട്ട് പോയി കുളിക്കും. കാലം വളരെ മോശമാണ് മോനെ. എന്താണിത്? വിട്ടുകളാ. ഹലോ. ആ മോൻ എന്തായി? എന്തായി? അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ? ഓ ഇവിടെയൊക്കെ സീനാടാ. അമ്മയൊക്കെ വീട്ടിൽ കുളിച്ചിട്ട് കേറിയാതീന്നാ പറയണേ. ഇവിടെ സീനാണ്. ആണാ? നീ പിന്നെ വേറെ വീട്ടിലെന്തായി? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ശരി എന്നാടാ. ഓക്കെ ഓക്കെ ബ്രോ. ആടാ ഞാൻ വീട്ടിലുണ്ട്. ഞാൻ നാട്ടിൽ വരെ വന്നിട്ട് നിനക്ക് ഇവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? എടാ ഒന്ന് വാടാ, ഞാനിവിടെ ഒറ്റയ്ക്കാടാ. ആടാ വരാ വരാ വരാ. അമ്മ ഞാൻ അഖിലിന്റെ വീട് വരെ പോകണ്ട. എടാ നീ പോവില്ലേ? അവൻ ക്വാറന്റൈനിലാണ്. പോവില്ലേ? അതിനിപ്പോ എന്നിട്ടാ? നീ നോക്കിയതൊന്ന്. അമ്മ പറയുന്നത് ഇപ്പൊ വരാന്ന്. മോനെ നീ പോവണ്ട. പോയിട്ട് വരാന്ന്. അഖിലേ, അഖിലേ, ആടാ
നീ എപ്പോ വന്നു? ഞാൻ ഇന്നലെ വന്നടാ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നടാ. അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാ? ഇപ്പൊ വലിയ സീനൊന്നും ആ അങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണു? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ചിക്സ് ഒക്കെ എന്താ പറയണു? എല്ലാവരും സുഖമായിട്ട്. നിങ്ങളിൽ ആരാണ് അഖില്? ഏ? നിങ്ങളുടെ കൊറോണ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, പോസിറ്റീവാണ്. പോകാൻ വരട്ടെ. നിങ്ങളും നിങ്ങളുമായി സമ്പർക്കത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിൽ പോകണം. അപ്പൊ ഞാനോ? നിങ്ങളും. പണി പാളിയെന്ന് തോന്നുന്നു. ദൈവമേ, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. മോനെ ജെയ്സ, മോനോട് ഞാനന്ന് പറഞ്ഞതല്ലേ പോവില്ലേന്ന്. ഞങ്ങൾ അങ്കിളിന്റെ വീട്ടിലേക്ക് താമസം മാറ്റി. നിന്റെ ക്വാറന്റൈൻ കഴിഞ്ഞിട്ടേ ഇനി ഞങ്ങൾ അങ്ങോട്ടുള്ളൂ. ജയ്സൺ, താങ്കളുടെ കൊറോണ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. ഇതാ ടെസ്റ്റ് റിപ്പോർട്ട്. ഓക്കെ. ഇനി പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം. സൂക്ഷിക്കാം. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ കൂടെ ഉണ്ടാവുന്ന കരുതിയാലും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഇനി നീയാണ് നമ്മുടെ ജെസ്സി, അല്ല പിന്നെ. ജെസ്സി, വാ പോവാം. ഇത് ജീവിതമാണ്. മുന്നോട്ടുള്ള പല വഴികളിലും നമുക്ക് പലരെയും നഷ്ടമാകും എന്നു കരുതി മുന്നോട്ട് പോകാതിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ മറ്റൊരു വളവിൽ നമ്മയും കാത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടാകും. അതുവരെയുള്ള കാലതാമസം മാത്രമേ ഉള്ളൂ. മുന്നോട്ട് തന്നെ പോകുക.